ഹലോ എവ്രിവൺ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നാദജ്യോതിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ കറണ്ട് റിലേഷൻഷിപ്പ് എനർജിയാണ്. സോ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്? ഓക്കെ, അപ്പോൾ നിങ്ങൾ റിലേഷൻഷിപ്പിലുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ റീഡിംഗ് ഇപ്പോൾ ചെയ്യുന്നത്. നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ വിചാരിക്കുന്ന ആ ഒരു പേഴ്സൺ ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്? ആ വ്യക്തിയുടെ കറണ്ട് ഫീലിങ്സ് എന്താണെന്നുള്ളത് നമ്മൾ നോക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും അവരവരുടെ പേഴ്സണിൻ്റെ മുഖം മനസ്സിൽ നല്ലതുപോലെ ഒന്ന് ആലോചിക്കുക. എന്നിട്ട് ചോദിക്കുക എന്താണ് അവരുടെ കറണ്ട് ഫീലിങ്സ്. കാർഡ്സിലൂടെ അവർ നിങ്ങൾക്ക് ഉത്തരം തരട്ടെ. അപ്പോൾ നമുക്ക് നോക്കാം അവരുടെ കറണ്ട് ഫീലിങ്സ് ടുവേർഡ്സ് യു. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ന്യൂ ബിഗിനിങ്സ് കാണിക്കുകയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. ഒരു പക്ഷേ നിങ്ങളിപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ളവരായിരിക്കാം, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് എൻഡായി എന്ന് കാണിക്കുന്നവരായിരിക്കാം. ദാറ്റ് മീൻസ് നിങ്ങളോട് അധികം അടുപ്പം കാണിക്കുന്നുണ്ടാവില്ല. സോ ഇവിടെ ഒരു എൻഡിങ് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്, ഒരു അവസാനം കാണാൻ പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു പക്ഷേ നിങ്ങളോട്ടുള്ള ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു അവസാനത്തിലായിരിക്കും അവർ നിൽക്കുന്നത്. അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ കുറച്ച് താല്പര്യക്കുറവ് അവർ കാണിക്കുന്നതായിട്ട് എനിക്ക് കാർഡ്സിൽ നിന്ന് മനസ്സിലാവുന്നു. ഓക്കെ, അവരിപ്പോൾ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ഒരു റിലേഷൻഷിപ്പിനേക്കാൾ റാദർ ദാൻ എ റിലേഷൻഷിപ്പ് അവർ സ്റ്റെബിലിറ്റിക്കാണ് ഇപ്പോൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. സോ അതാണ് അവരുടെ കറണ്ട് ഫീലിങ്സ് ആയിട്ട് വരുന്നത്. ഒരുപക്ഷെ നിങ്ങൾ തമ്മിലൊരു സെപ്പറേഷൻ നടന്നിട്ടുണ്ടാവാം, എന്തെങ്കിലും വാക്തർക്കങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടായി ഈ ഒരു റിലേഷൻഷിപ്പ് എൻഡ് ചെയ്യുന്നൊരവസ്ഥയിൽ എത്തി നിൽക്കുന്നുണ്ടാവാം. സോ ആ ഒരു അവരും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ റിലേഷൻഷിപ്പ് ഇനി മുന്നോട്ട് കൊണ്ടുപോകണോ എന്നൊരു സംശയത്തിലാണ് അവരുടെ ഒരു സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാവുന്നുണ്ട്. ഇതൊരു കാർമിക് റിലേഷൻഷിപ്പ് ആയിരുന്നു. സോ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ എൻഡ് ചെയ്യുന്നതും. അത് നിങ്ങൾ മനസ്സിലാക്കുക. ദാറ്റ് മീൻസ് ലെറ്റിംഗ് ഗോ. ഇതൊരു കാർമിക് റിലേഷൻഷിപ്പായിരുന്നു. ഇത് അധികം ഭാവി ഇല്ലാത്തൊരു റിലേഷൻഷിപ്പ് തന്നെയായിരുന്നു. സോ അത് മനസ്സിലാക്കിയിട്ട് അവരെന്ത് ചെയ്യുകയാണ്? ഈ റിലേഷൻഷിപ്പിൽ നിന്ന് മാറിപ്പോവുകയാണ്. ദാറ്റ് മീൻസ് കാർമിക് റിലേഷൻഷിപ്പിനൊരു കാലാവധിയുണ്ട്. നമ്മളെ കുറച്ച് ലെസൺസ് പഠിപ്പിക്കാൻ വേണ്ടി വരുന്നതായിരിക്കും അവർ. അത് കഴിയുമ്പോൾ എന്ത് ചെയ്യും? ആ റിലേഷൻഷിപ്പിൽ നിന്ന് വിട്ടുപോകും. സോ ഇതൊരു എൻഡിങ് ആണ് ഞാനിവിടെ കാണുന്നത്. ഒരു നെഗറ്റീവ് റീഡിംഗ് ആണ് ആക്ച്വലി. വായിക്കുന്നതിൽ എനിക്ക് വിഷമമുണ്ട്, പക്ഷേ സത്യം നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം, ഇല്ലേ? സോ എൻഡായത് തന്നെയാണ്. പിന്നെ അതിൻ്റെ പിന്നാലെ നമ്മൾ പോയിട്ട് കാര്യമില്ല. അവർ കട്ട് ഡൗൺ ചെയ്യുകയാണ് നിങ്ങളെ. അവരുടെ കറണ്ട് ഫീലിങ്സിന് ഇത് വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങളോടുള്ള റിലേഷൻഷിപ്പ് അവർ അവസാനിപ്പിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ദാറ്റ് മീൻസ് ഇതൊരു കാർമിക് റിലേഷൻഷിപ്പായിരുന്നു. അവരുടെ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് അവരിപ്പോൾ ഫോക്കസ് ചെയ്യുകയാണ്. ഈ ഒരു റിലേഷൻഷിപ്പ് ഡെഡായി അല്ലെങ്കിൽ എൻഡായി എന്ന് തന്നെയാണ് അവരിപ്പോൾ ചിന്തിക്കുന്നത്. മാത്രമല്ല അവർ പഴയ പാസ്റ്റിൽ നിന്ന് അവർ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുകയാണ്. നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിന്ന് പല കാര്യങ്ങൾ നിങ്ങളും പഠിച്ചിട്ടുണ്ടാകും, അവരും പഠിച്ചിട്ടുണ്ടാകും. അവരും പല കാര്യങ്ങളിൽ നിന്ന് പഠിക്കുകയാണ്. പഠിച്ചിട്ട് മുന്നോട്ട് പോകാണ്, ലെറ്റ് ഗോ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ടാണ് അവരിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് കാർഡ് കൂടെ നമുക്ക് നോക്കാം. ഓക്കെ, ഇതൊരു ഗ്രോത്ത് ഫേസാണ്. മൈൻഡ് ചേഞ്ച് ചെയ്ത് അവർ മുന്നോട്ട് പോവാണ്. ഇപ്പോൾ നിങ്ങൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ ഇനി അവരെ പ്രതീക്ഷിച്ചിരിക്കുന്നതിൽ അർത്ഥമില്ല. നിങ്ങൾ മൂവ് ഓൺ ചെയ്യുക. അത് തന്നെയാണ് നിങ്ങൾക്കുള്ള മെസ്സേജ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അവരുടെ ഫീലിങ്സിൽ ഇപ്പോൾ നിങ്ങളില്ല. നിങ്ങളിൽ നിന്ന് അവർ ബ്രേക്ക് എടുത്തിരിക്കുകയാണ്. അവർ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുകയാണ്. സോ ഡു യു. നിങ്ങളും അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുക തന്നെ വേണം. ബിക്കോസ് ഒന്നിൻ്റെ അവസാനമില്ല. ഇതിന് ശേഷം ഒരു ന്യൂ ബിഗിനിങ്സ് ഉറപ്പായിട്ടും വരും. കാർമിക് റിലേഷൻഷിപ്പ് പോയതിന് ശേഷം മാത്രമേ റിയൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് നമുക്ക് വരുള്ളൂ. സോ വെയിറ്റ് ഫോർ ദാറ്റ്. ഗ്രോ ചെയ്യുക, ഹീൽ ചെയ്യുക, നിങ്ങളെ ശ്രദ്ധിക്കുക. അതിനുശേഷം കറക്റ്റായിട്ടുള്ള റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് വരുന്നതായിരിക്കും. ഇത് ഇവിടെ അവസാനിച്ചതായിട്ടാണ് കാണിക്കുന്നത്. റീഡിംഗ് റെസണേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.